രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പട്ടികജാതി പട്ടികവർഗ ജീവനക്കാരുടെ നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും സുപ്രീം കോടതി സംവരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോടതിയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് SC/ST വിഭാഗത്തിനായി സംവരണം ഏർപ്പെടുത്തുന്നത്. രജിസ്ട്രാർമാർ മുതൽ ചേംബർ അറ്റൻഡർമാർ വരെയുള്ളവർക്ക് സംവരണ ആനുകൂല്യമുണ്ട്. എന്നാൽ ജുഡീഷ്യറിയുടെ തലപ്പത്ത കാര്യമോ? പരിശോധിക്കാം. കോഡ് ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിർണായക തീരുമാനം. പട്ടികജാതി ജീവനക്കാർക്ക് 15% ക്വാട്ടയും പട്ടികവർഗ ജീവനക്കാർക്ക് 7.5% ക്വാട്ടയും ലഭിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രജിസ്ട്രാർമാർ, സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റുമാർ, അസിസ്റ്റന്റ് ലൈബ്രറിയന്മാർ, ജൂനിയർ കോടതി അസിസ്റ്റന്റുമാർ, ചേംബർ അറ്റൻഡർമാർ എന്നിവർക്ക് സംവരണ ആനുകൂല്യമുണ്ട്. സുപ്രീം കോടതി ജീവനക്കാരിൽ പട്ടികജാതി പട്ടികവർഗം പൊതുവിഭാഗം എന്നിങ്ങനെ 3 വിഭാഗങ്ങളാണ് ഉണ്ടാകുക. 1995 RK സഭർവാൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വിധി അടിസ്ഥാനമാക്കിയാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളിലും ഹൈക്കോടതികളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണമുള്ളപ്പോൾ സുപ്രീം കോടതി മാത്രം എന്തുകൊണ്ട് മാറി നിൽക്കണമെന്ന ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു കോടതി നടപടി. സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തിൽ ഇപ്പോഴും സംവരണം ബാധകമല്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം എങ്ങനെയെന്ന് നോക്കാം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തിൽ ഇപ്പോഴും സംവരണം ബാധകമല്ല. നേരത്തെ പറഞ്ഞതുപോലെ നിയമനങ്ങളിൽ പലയിടത്തും കുടുംബാധിപത്യത്തിനപ്പുറം നീതിപീഠത്തിലെ ബ്രാഹ്മണ്യ മേധാവിത്വം കാണാൻ കഴിയും. ജാതിയും മതവും വർണ്ണവും കുടുംബവും സാമൂഹിക സ്ഥാനവുമെല്ലാം അതിൽ നിർണായക സ്ഥാനം വഹിക്കും. ഇക്കഴിഞ്ഞ ഏപ്രിൽ 3 ദി പ്രിന്റ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ സുപ്രീം കോടതിയിലെ 60% ജഡ്ജിമാരും അഭിഭാഷക കുടുംബത്തിൽ നിന്നോ മുൻ ജഡ്ജിമാരുടെ തന്നെ പിന്മുറക്കാരോ ആണ്. ദ പ്രിന്റ് നടത്തിയ അന്വേഷണത്തിൽ 30% സിറ്റിംഗ് ജഡ്ജിമാരും മുൻ ജഡ്ജിമാരുടെ ബന്ധുമിത്രാദികളാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 30% പേരുടെ മാതാപിതാക്കൾ അഭിഭാഷകരാണ്. മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും DY ചന്ദ്രചൂഡും അടക്കം വരും ഇതിൽ. സുപ്രീം കോടതി ജഡ്ജി മനോജ് മിശ്രയുടെ കാര്യം എടുത്താൽ അദ്ദേഹത്തിന്റെ അച്ഛനും മുത്തച്ഛനും അലഹബാദ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായിരുന്നു. സഹോദരനും അഭിഭാഷകൻ തന്നെ. മനോജ് മിശ്രയുടെ 2 ആൺമക്കളും അഭിഭാഷകരാണ്. മക്കളിൽ ഒരാൾ വിവാഹം കഴിക്കുന്നത് മുൻ അലഹബാദ് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് വിപിൻ സിൻഹയുടെ മകളെയാണ്. ജസ്റ്റിസ് വിപിൻ സിൻഹയെ മാത്രമെടുത്താൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹയാണ്. ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹയുടെ സഹോദരൻ അടക്കമുള്ള ബന്ധുമിത്രാദികളും അഭിഭാഷകർ തന്നെ. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ആ കറുത്ത കുപ്പായം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു എന്നതിന് ഇനിയുമേറെ തെളിവുകൾ കാണാൻ കഴിയും. മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ എടുത്തു പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ഡോക്ടർ ഖന്ന ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. അമ്മാവൻ HR ഖന്ന സുപ്രീം കോടതി ജഡ്ജിയുമായിരുന്നു. മുൻ ജഡ്ജിമാരുമായി ബന്ധമുള്ള സുപ്രീം കോടതി ജഡ്ജിമാരെ എടുത്താൽ മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, അദ്ദേഹത്തിന്റെ അമ്മാവൻ മുൻ സുപ്രീം കോടതി ജഡ്ജി, അച്ഛൻ ഡോക്ടർ ഖന്ന മുൻ ഹൈക്കോടതി ജഡ്ജി, ജസ്റ്റിസ് BV നാഗരത്ന മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ES വെങ്കിട്ടരമണ അച്ഛനാണ്. ജസ്റ്റിസ് ബല M ത്രിവേദി അച്ഛൻ ജുഡീഷ്യറി സർവീസിൽ ഉണ്ടായിരുന്നയാൾ. ജസ്റ്റിസ് PS നരസിംഹ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു അച്ഛൻ. ജസ്റ്റിസ് സുധാൻഷു ധുലിയ പിതാവ് മുൻ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി. ജസ്റ്റിസ് ദീപാങ്ക ദത്ത അച്ഛൻ മുൻ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി. ജസ്റ്റിസ് പങ്കജ് മിത്തൽ കുടുംബത്തിലെ 3ാം തലമുറ അഭിഭാഷകനും 2ാം തലമുറ ജഡ്ജിയുമാണ് അദ്ദേഹം. ജസ്റ്റിസ് സന്ദീപ് മെഹ്ത മുൻ സുപ്രീം കോടതി ജഡ്ജി. ജസ്റ്റിസ് GS സിംഗ് ബന്ധുവാണ്. ജസ്റ്റിസ് പ്രസന്ന ബാലചന്ദ്ര വർലെ അച്ഛൻ അഭിഭാഷകനാണ്. ബോംബെ ഹൈക്കോടതി രജിസ്ട്രാറായും ജോലി ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് N കോടീശ്വർ സിംഗ് ഗുവാഹത്തി ഹൈക്കോടതിയിലായിരുന്നു പിതാവ് ജോലി ചെയ്തിരുന്നത്. തുമ്മിയാൽ തെറിച്ച ബന്ധമാണെങ്കിൽ പോലും മറ്റുള്ളവരെ സംബന്ധിച്ച് ഇക്കൂട്ടർ ജുഡീഷ്യറി സംവിധാനത്തിലേക്കുള്ള പ്രവേശനം കുറച്ചുകൂടെ എളുപ്പമാകുന്നു എന്നത് വസ്തുതയാണ്. അഭിഭാഷകർ മാതാപിതാക്കളായ ജഡ്ജിമാരെ പരിശോധിക്കാം. ജസ്റ്റിസ് അഭയ് S ഓക, ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് MM സുന്ദരേഷ്, ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് സഞ്ജയ് കുമാർ, ജസ്റ്റിസ് മനോജ് മിശ്ര, ജസ്റ്റിസ് പ്രശാന്ത് കുമാർ മിശ്ര, ജസ്റ്റിസ് KV വിശ്വനാഥൻ, ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി. ഇനി ഇതിൽ നിന്നെല്ലാം എക്സെപ്ഷൻസുകൾ ഉണ്ട്. സുപ്രീം കോടതിയിലെ എല്ലാ ജഡ്ജിമാർക്കും അഭിഭാഷക തായ്വേരുകളില്ല എന്നതും കാണേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ആദ്യം വരുന്ന പേരാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ജുഡീഷ്യറിയിൽ കുടുംബാധിപത്യം നിലനിൽക്കുന്നു എന്നത് വസ്തുതയാണെന്നിരിക്കെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ എത്തിയിരിക്കുന്ന BR ഗവായുടെ സ്ഥാനാരോഹണം മാതൃകയാക്കേണ്ട ഒന്നാണ്. വിരലിൽ എണ്ണാവുന്നവരെ കാണാം ഇങ്ങനെ. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അംബേദ്കറൈറ്റ് ഔട്ട്ഫിറ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാപക നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. ബീഹാർ സിക്കിം ഗവർണർ പദവിയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്.
ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ ദളിത് വ്യക്തിയാണ് ഗവായ് എന്നതും ശ്രദ്ധേയം. ജസ്റ്റിസ് SC ശർമ്മ ജബൽപൂർ യൂണിവേഴ്സിറ്റി പ്രൊഫസറും ഭോപ്പാൽ ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. അമ്മ ശാന്തി ശർമ്മ ജബൽപൂരിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ്. ജസ്റ്റിസ് R മഹാദേവൻ തമിഴ്നാട് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനും തമിഴ് എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. 200 ചെറുകഥകളും മുന്ദ്രി എന്ന പേരിൽ ഒരു മാസികയും സ്വന്തമായി അദ്ദേഹത്തിന്റെ അച്ഛൻ നടത്തിയിരുന്നു. ജസ്റ്റിസ് മൻമോഹൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ ജഗൻമോഹൻ. ജമ്മു കാശ്മീർ ഗവർണറായും ഡൽഹിയുടെയും ഗോവയുടെയും ലഫ്റ്റനന്റ് ഗവർണറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അഭിഭാഷകരുടെ മക്കൾ അഭിഭാഷകർ ആകരുത് എന്നതല്ല സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്. സുപരിചിതരായവരെ മാത്രം തെരഞ്ഞെടുക്കരുത്. കൊളീജിയത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ, പക്ഷാപാതിത്വം നിഴലിക്കുന്ന വിധത്തിൽ നിയമനങ്ങൾ നടത്തരുത്. കൊളീജിയത്തിന്റെ പുനഃക്രമീകരണം ആവശ്യമാണെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. കൊളീജിയം സംവിധാനത്തിൽ സർക്കാർ പ്രധാനപ്പെട്ട കണ്ണിയാണ്. കഴിവും മിടുക്കുമുള്ള അഭിഭാഷകരെ നിയമിക്കുന്നതിൽ സർക്കാർ ഏകപക്ഷീയമായി വൈകിപ്പിക്കുകയോ തടയുകയോ ചെയ്യരുത്. സംവിധാനത്തെ വിമർശിക്കുന്നതിന് മുൻപ് അതിന്റെ പോക്കും നിരീക്ഷിക്കണം. പ്രമാണിമാരുടെ കൂട്ടത്തിൽ നിന്നും സവർണരുടെ കൂട്ടത്തിൽ നിന്നും മാത്രമല്ല, കഴിവും മിടുക്കുമുള്ളവർ പുറത്ത് വേറെയുമുണ്ട്. അത് പരിഗണിക്കണം. കോഡ് ഫോർ ദ പീപ്പിൾ ഇനി അടുത്ത വാരം.